നമസ്കാരം, എല്ലാവർക്കും അമ്മാസ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു പപ്പടം കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നിൽ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി ഇതിന് വേണ്ട ചേരുവകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഇവിടെ ഒരു 8 പപ്പടം എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു സവാള നൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കൂടാതെ 1 സ്പൂണോളം വെളുത്തുള്ളി ഇഞ്ചി ചതച്ച് വെച്ചതുണ്ട്. പച്ചമുളകും വേപ്പിലയും എടുത്തു വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടാതെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും പൊടികളായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, കൂടാതെ 1/2 നാളികേരത്തിൻ്റെ പാല്, 1.5 കപ്പ് പാലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇതിനായിട്ട് നമുക്ക് ഈ പപ്പടം ഒന്ന് കട്ട് ചെയ്യാം. ഞാൻ ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്. ഓരോ പപ്പടം എടുത്ത് ചുരുട്ടി വെച്ചതിന് ശേഷം അത് കട്ട് ചെയ്തെടുക്കും. ആ സമയത്ത് അത് കറിയിൽ കിടക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. നിങ്ങൾക്കിനി സ്ക്വയറായിട്ട് കട്ട് ചെയ്യാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഈ രീതിയിൽ ഞാൻ 8 പപ്പടവും ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് അതിൽ ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. അതിനുശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പടങ്ങളെല്ലാം അതിനകത്ത് വറുത്ത് കോരാം. നന്നായിട്ട് ഫ്രൈ ആയി കഴിയുമ്പോൾ ഈ പപ്പടമെല്ലാം നമുക്ക് ചട്ടിയിൽ നിന്ന് മാറ്റാം. എല്ലാ പപ്പടവും ഇവിടെ ഞാൻ ഇതുപോലെ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സവാള വഴറ്റാം. സവാള വഴറ്റുമ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് കൂടി അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള ഇടുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്, അതുകൊണ്ടാണ് സവാള ഇടുന്നത് കാണാഞ്ഞത്. സവാള നല്ലതുപോലെ നമുക്ക് വഴറ്റി കൊടുക്കാം. ഉപ്പ് ചേർത്ത് വഴറ്റുന്നത് കൊണ്ട് അത് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. ഇനി ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്നത് ഇടാം. ഉപ്പ് ഇടുമ്പോൾ സൂക്ഷിക്കണം, പപ്പടത്തിന് ഉപ്പ് ഉള്ളത് കൊണ്ടിട്ട് കുറച്ച് ഉപ്പിട്ടാൽ മതി. കറിവേപ്പില കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നന്നായിട്ട് മൂത്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ഇതിനകത്തോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾ പൊടി, ഗരം മസാലപ്പൊടി, ഈ പൊടികളെല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഈ സമയത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് മൂപ്പിച്ചെടുക്കാനായിട്ട്. നന്നായിട്ട് സവാളയും പൊടികളും എല്ലാം കൂടി യോജിപ്പിച്ച് നല്ല രീതിയിൽ അത് മൂപ്പിച്ചെടുക്കുക. കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ, ഇവിടെ ഞാൻ പകുതി നാളികേരത്തിൽ നിന്ന് 1.5 കപ്പ് തേങ്ങാപ്പാലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഫ്ലെയിം കൂട്ടി വയ്ക്കുക. ഒരുവിധം നന്നായിട്ട് തിള വന്നതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പടം ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. എല്ലാ പപ്പടവും ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കുക. ഒരുവിധം നന്നായിട്ട് കുറുകും, പെട്ടെന്ന് കുറുകിപ്പോകും. ഈ സമയത്ത് നമുക്ക് കറിയുടെ ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പപ്പടത്തിന് ഉപ്പുള്ളത് കൊണ്ട് സൂക്ഷിച്ച് വേണം ഉപ്പിടാൻ. ആവശ്യമെങ്കിൽ മാത്രം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഈ കറി നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണ് നമുക്ക് ഈ കറി കിട്ടാനുള്ളത്. ഇനി കുറച്ച് പച്ച വേപ്പില കൂടി തൂകി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ പപ്പടം കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെൻ്റെ മകളുടെ കൂട്ടുകാർക്കൊക്കെ വളരെ ഇഷ്ടമുള്ളൊരു കറിയാണ്. അവർ പ്രത്യേകം പറഞ്ഞിട്ടാണ് ഞാൻ ഈ കറിയുടെ റെസിപ്പി ഇപ്പോൾ ഇവിടെ ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക, ലൈക്കും കമൻറ്റും ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി.